കേരളത്തിൽ UDFൻ്റെ കാലത്ത് DYFI നടത്തിയ പ്രധാനപ്പെട്ട സമരങ്ങൾ അതിനായിരുന്നു. നിയമന നിരോധനമായിരുന്നു, അതിനെതിരായിട്ടായിരുന്നു സമരം. ഞങ്ങൾ നടത്തിയ മറ്റൊരു സമരമെന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റുകൾ പൂർത്തീകരിക്കുന്നില്ല, കാലാവധി നീട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഈ പറയുന്ന പ്രശ്നങ്ങളുടെ മുൻപിലാണ് ഞങ്ങൾ സമരമുയർത്തേണ്ടി വന്നത്. ഇപ്പോഴങ്ങനെയല്ല. ഇന്ത്യയിൽ ഏറ്റവും അധികം നിയമനം നടക്കുന്ന സംസ്ഥാന സർക്കാരാണ് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനും ഗവൺമെൻറ് ആറ്റിറ്റ്യൂഡ് കൂടുതൽ തസ്തിക സൃഷ്ടിക്കുന്നതാണ്. UDF അധികാരത്തിലിരുന്ന സമയത്ത് അതല്ല. തസ്തിക ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഒരു സമിതിയെ തന്നെ നിയോഗിച്ച കമ്മിറ്റിയായിരുന്നു, ഗവൺമെൻറ്റായിരുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് സിവിൽ സർവീസിൽ ഇതെല്ലാം കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. അതേസമയം ഈ ഗവൺമെൻറ് കാലത്ത് അതല്ല. അപ്പോൾ ഈ ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മുദ്രാവാക്യങ്ങളാൽ തന്നെ യോജിക്കാവുന്നൊരു പരിസരം രൂപപ്പെടുകയാണ്. ആ പരിസരത്തിലാണ്. എങ്ങനെയാണ് അത് ഗുണകരമായൊരു കാര്യമല്ലേ? ഇനി ഇതേ സമയം തന്നെ ഞങ്ങൾ കേന്ദ്രത്തിനെതിരായി ഒട്ടേറെ സമരങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഈ കാലയളവിൽ തന്നെയല്ലേ ഈ വിവിധ പരീക്ഷണ ഘട്ടങ്ങൾ കടന്നു വന്നു. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിലെമ്പാടുമുള്ള മതേതര മനസ്സുകളെ, ചെറുപ്പത്തെ അണിനിരത്താൻ ശക്തമായി DYFIക്ക് സാധിച്ചിട്ടുണ്ട്.